ടോയ് ഇന്നലെ വാങ്ങിയതല്ലേ? ഓൾറെഡി ക്ഷീണിച്ചോ? ഹായ്, ഇത് ഞങ്ങളുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഷോപ്പിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നാട്ടിൽ അനിയൻ പോകുന്നുണ്ട്, അവൻ്റെ ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞിട്ട്. അവൻ വരുന്ന വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൻ പോകാനായിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അൽവാദിയിലുള്ള സിറ്റി സെൻ്ററിലേക്കാണ് പോണത്. അപ്പോൾ ഇന്ന് വീക്കെൻഡും ആണല്ലോ, സൺഡേ ആണ്. അപ്പോൾ ഹസ്ബൻഡിന് ലീവുമാണ്. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, ഇനി അവിടുന്ന് കാണാം കേട്ടോ. ഇന്നത്തെ ഷോപ്പിംഗ് പ്ലാൻ പ്രകാരം ഞങ്ങൾക്ക് നാട്ടിലേക്ക് കൊടുത്തു വിടാനും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പം എല്ലാം കൂടെ ഒത്തുകൂടുന്നൊരു സ്ഥലമാണ് സിറ്റി സെൻറ്റർ. അപ്പോൾ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ കൂടുതൽ പോയി പരിചയമുള്ള സ്ഥലമാണ് കേട്ടോ സിറ്റി സെൻറ്റർ, ഷാർജയിലുള്ള സിറ്റി സെൻറ്റർ. അതിൽ ക്യാരി ഫോറൊന്നും അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. ഈ ആദൂന് കുറച്ച് ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട്, ഈ ഒലീവ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ബ്രെഡ്, അവിടെ നല്ല ബ്രെഡ് ഇതായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം പോയത് ഡെയ്സോ ജപ്പാനിക്കാണ്. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കയറുന്നത്. ചെറിയ ചെറിയ ഈ ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ഥലമാണത്. അവിടുന്ന് ഇന്നെ ടോയ് വാങ്ങിക്കാൻ വേണ്ടി സോപ്പ് ഇടാണ് കേട്ടോ. ഇത് വേണോ? അവസാനം കുറേ ചർച്ചകൾക്ക് ശേഷം ഞാനും അതും ഒരു ധാരണയിലെത്തി. ആ ബബിള് വാങ്ങണില്ല, പകരം അവനക്ക് വേറൊരു കാറ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കാരിഫോറിൽ വന്നു. ഇവിടുന്ന് കുറേ സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു കേട്ടോ. ബാക്ക് ടു സ്കൂളിൻ്റെ കുറേ ഐറ്റംസ് നോക്കാണ്ടായിരുന്നു. കാരണം അതിന് ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാണ്ടായിരുന്നു. പിന്നെ കുറേ ഇത് നാട്ടിലുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതിന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ട് പിസ്സ, ഇങ്ങനെ പീസായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും അതിന്ന് പിസ്സ വാങ്ങിച്ചിട്ട് അവിടെ തന്നെ നിന്ന് കഴിച്ചു. ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കാൻ അലൗഡാണ്. അപ്പോൾ ഞാനും അതും അവിടെ തന്നെ നിന്ന് കഴിച്ചു. അവിടെയും കുറേ പേര് കഴിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒറ്റക്കൊന്നല്ല കഴിച്ചത്, വേറെ ആളുകൾ അപ്പുറത്തൊക്കെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ആളുകളെയൊന്നും നമുക്കിതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റൂല. അവരറിയാതെ പോലും അവരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. ഇവിടെ UAE അങ്ങനെ ഒരു റൂൾ ഉള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം ആളുകളെ ഉൾപ്പെടുത്താതെയാണ് എടുക്കൽ. അതൊക്കെ കഴിഞ്ഞ് ഈ ഫ്രൂട്ട്സിൻ്റെ ബെറീസിൻ്റെ സെക്ഷന് പോയപ്പോഴാട്ടോ ഈ സാധനം ഞാൻ കണ്ടത്. ഇത് നമ്മുടെ നാട്ടിലെന്തോ ഞൊട്ടങ്ങാന്നോ അങ്ങനെ എന്തോ പറയണ ഒരു സാധനമല്ലേ. ഇതിവിടെ ഈ ചെറിയ ബോക്സിന് 6 ദിർഹംസ് 7 ദിർഹംസ് അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോയപ്പോൾ പറിച്ച് തിന്നിരുന്നതാണ്. പിന്നെ ഒരു കേക്ക് എടുത്തു. ഇത് കപ്പ് കേക്ക് അതിന് ഇഷ്ടമാണ്. പിന്നെ അവൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഞാനൊരു തീമിൽ ഫോട്ടോ എടുക്കണമെന്ന് പ്ലാൻ ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കപ്പ് കേക്ക് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബോക്സ് എടുത്ത് എനിക്ക് ഇഷ്ടമാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബ്രെഡിൻ്റെ സ്ഥലം. ഇവിടുന്ന് ഇങ്ങനെ ലൈവായിട്ട് ബ്രെഡ് ഉണ്ടാക്കണമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവർ നല്ല ചൂടുള്ള ബ്രെഡൊക്കെ ചില സമയത്ത് കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തോ തിരക്ക് കുറവായതുകൊണ്ട് അവർ അവിടെ ഉണ്ടാക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് കുറച്ച് ഗ്രോസറിയും പിന്നെ നാട്ടിലുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതൊരു നല്ല പ്രാന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിസ്സയൊക്കെ തിന്നിട്ട് ആളതിലിരിക്കുകയാണ്. ആ പിസ്സ കിട്ടിയതുകൊണ്ട് കുറച്ച് നേരം ഉണ്ടാതിരുന്നു. അതുവരെ ഭയങ്കര ചലഞ്ച് ചെയ്യലായിരുന്നു കേട്ടോ, വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതോ എങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിംഗ്? ക്ഷീണിച്ചോ? ഓൾറെഡി ക്ഷീണിച്ചോ? ഫുൾ അതും ആ ട്രോളിയിൽ ഇരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങളെക്കാൾ ക്ഷീണിച്ചത് അവനാണ് കേട്ടോ. ഞങ്ങളാണ് അവൻ ഉന്തി നടന്നത്, ഞങ്ങളെക്കാൾ ക്ഷീണിച്ചത് അവനാണ്. ഞങ്ങൾ ഈ സിറ്റി സെൻറ്ററിൽ നിന്നൊക്കെ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എനിക്ക് അവിടുന്ന് വൈൻഡപ്പ് ഒന്നും പറയാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ വൈൻഡപ്പ് എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ല. ആദ്യമായിട്ടാണല്ലോ ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എനിക്ക് ഭയങ്കര ചമ്മലുണ്ട് ആദ്യമായിട്ടായതുകൊണ്ട്. അപ്പോൾ ഇതെങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.